ഞാൻ വരുമ്പോൾ പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇത്ര ആളുകൾ ഇവിടെ, കുട്ടികളും രക്ഷകർത്താക്കളും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും എന്ന് ഞാൻ കരുതിയില്ല. അത്രയേറെ ആളുകൾ മുൻപ് ഞാനിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടുതൽ, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം വന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇന്നിവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കലാ സാംസ്കാരിക രംഗത്തിന് വലിയ താല്പര്യമുള്ളതാണ്. ഇവിടുത്തെ ഈ വലിയ ക്ഷേത്ര മൈതാനവും ഇത്ര വിപുലമായ സ്ഥലങ്ങളും ഒരു കാലത്ത് വലിയ പാരമ്പര്യമുള്ള കലാ സാംസ്കാരിക രംഗത്തുണ്ടായിരുന്ന വലിയ മൈതാനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അത്ര ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ കുട്ടികളെല്ലാവരും തയ്യാറായിരിക്കുകയാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ, കലാപരിപാടിയിൽ പങ്കെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ സംസ്കാരം, ആർട്ട്, കൾച്ചർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ സ്കൂളിലെ അധ്യാപകരും PTA-യും ഏറ്റവും നന്നായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പല പരിപാടിക്കും ആ സ്കൂളിൽ ഏറ്റവും മാതൃകാപരമായി നടത്തുന്ന പരിപാടികൾക്ക് പങ്കെടുക്കാൻ പലപ്പോഴും വരാറുള്ള ഒരാളാണ് ഞാൻ. ഇത് കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകണം. എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഒന്ന് രണ്ട് ഒത്തിരി കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ MLA ഇവിടുത്തെ MLA ആണ്, സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയാണ്. ഈ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്നത് ധനകാര്യമന്ത്രിയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്രാവശ്യത്തെ കേരളത്തിലെ ബഡ്ജറ്റിൽ സ്കൂൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക കാര്യം നമ്മൾ അനൗൺസ് ചെയ്തു. 47 ലക്ഷം കുട്ടികൾക്കും ഒരു ഇൻഷുറൻസ് പരിരക്ഷ സംസ്ഥാന ഗവൺമെൻറ് ഇപ്രാവശ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം തൊട്ടാണ് ബഡ്ജറ്റിൽ പറയുന്നത് വരുന്നെങ്കിലും ഈ വർഷം തന്നെ അത് നടപ്പിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് സംസാരിച്ച് ഇൻഷുറൻസ് വകുപ്പുമായിട്ട് സംസാരിച്ചിരുന്നു. അത് ഈ വർഷം തന്നെ വരും.